നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു വട്ടം കൂടി എന്ന റൗണ്ടുമായി രണ്ടാമത്തെ മത്സരാർത്ഥി വേദിയിലെത്തുകയാണ്. ലെറ്റ് മീ വെൽക്കം ശ്യാം. ശ്യാം, ഖൽബിലെ പാട്ടായിരുന്നു ആദ്യത്തെ റൗണ്ട്. 91 മാർക്ക് കിട്ടി അല്ലേ? 91. ഒരുപാട് സന്തോഷമുണ്ട്. കുറച്ച് അതെപ്പോഴും അങ്ങനെയാണ്. 100 തികയ്ക്കുക എന്നാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം. അപ്പൊ ഒരുപാട് സന്തോഷം ഇനിയും ബാക്കിയുണ്ട് അല്ലെ? അതുകൂടി നമുക്ക് സന്തോഷിപ്പിക്കണ്ടേ? ശ്രമിക്കാം. അപ്പൊ എന്തായാലും ഏത് പാട്ടാണ് ഇന്ന് സെലക്ട് ചെയ്തിട്ടുള്ളത്? 14 ഫിലിമിലെ പെരുത്തുമഞ്ചുള്ള ഒരുത്തിയോടെന്നുള്ള പാട്ട് രാഘവമാഷ് ചെയ്ത പാട്ടാണ്. ഇത് ഹൃദയത്തിൽ നിന്ന് വരുമ്പോ ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യാനുണ്ടോ? ഇതെന്റെ സുഹൃത്തുക്കൾക്ക് മുഴുവൻ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ്. അപ്പൊ എന്തായാലും പാട്ട് കേൾക്കാൻ ഞങ്ങൾ എല്ലാവരും റെഡി ആയി കഴിഞ്ഞു. ഓൾ ദി ബെസ്റ്റ്. നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ. ഓക്കെ, പെരുത്തുമഞ്ചുള്ളൊരുത്തിയോടൊന്ന് അടുത്തുകൂടാൻ പൂതി, വിരിഞ്ഞ നേരം തുനിഞ്ഞു ഞാനൊരു നശീദ പാടാ, അടുത്തുകൂടാൻ പൂതി, വിരിഞ്ഞ നിറം തുനിഞ്ഞു ഞാനൊരു നശിത പാടാൻ. പെരുത്തുമഞ്ചുള്ളൊരുത്തിയോടൊന്നടുത്തുകൂടാൻ പൂതി, വിരിഞ്ഞ നിറം തുനിഞ്ഞു ഞാനൊരു നശിത പാടാൻ. ഇളക്കമുള്ളോരൊഴുക്കു പാട്ടിന് വളകിലുക്കം താളം, ഇളക്കമുള്ളോരൊഴുക്കു പാട്ടിന് വളകിലുക്കം താളം, പിടിക്കുമെന്നുള്ളുറപ്പുകൊണ്ടാണ് എനിക്കൊരാക്കം. മണത്തിനത്തറ് പുരട്ടിയെത്തിയ തണുത്ത കാറ്റേ, നാനാവശത്തുമെത്തിച്ചിരുന്നതെന്നിൽ കിളുർത്ത പാട്ടേ. മണത്തിനത്തറ് പുരട്ടിയെത്തിയ തണുത്ത കാറ്റേ, നാനാവശത്തുമെത്തിച്ചിരുന്നതെന്നിൽ കിളുർത്ത പാട്ടേ. മണത്തിനത്തറ് പുരട്ടിയെത്തിയ തണുത്ത കാറ്റേ, നാനാവശത്തുമെത്തിച്ചിരുന്നതെന്നിൽ കിളുർത്ത പാട്ടേ. ഹുസ്നുൽ ജമാലുകൾക്ക് എടുത്ത മൊഞ്ച്, ഉടുത്ത ഹുസ്നുൽ ജമാലുകൾക്ക് എടുത്ത മൊഞ്ച്, എന്നോടടുത്തു ചേരാൻ കൊതിച്ച പെണ്ണ് വേച്ചമെഞ്ച്. പെരുത്തുമഞ്ചുള്ളൊരുത്തിയോടൊന്നടുത്തുകൂടാൻ പൂതി, വിരിഞ്ഞ നിറം തുനിഞ്ഞു ഞാനൊരു നശിത പാടാൻ. പെരുത്തുമഞ്ചുള്ളൊരുത്തിയോടും അടുത്തുകൂടാൻ പൂതി, വിരിഞ്ഞ നേരം തുനിഞ്ഞു ഞാനൊരു നശിത പാടാ. ശ്യാം, പെരുത്തുമൊഞ്ചുള്ള ഒരുത്തിയോട് ഈ പാട്ടിലെ വരി പോലെ അടുത്ത് നിൽക്കാൻ എപ്പോഴെങ്കിലും മോഹം തോന്നിയിട്ടുണ്ടോ? മോഹം തോന്നിയിട്ടുണ്ട്, പക്ഷേ അടുത്ത് വരുന്നില്ല. അതൊരു പ്രശ്നമാണ്. എന്തായാലും അതിനുള്ള പരിഹാരം എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത് നമുക്ക് ജഡ്ജസിനോട് തന്നെ ചോദിക്കാം. പാട്ടിന്റെ കാര്യത്തിലാണേ, ശ്രമത്തിന്റെ കാര്യം തുടർന്നോളൂ. എന്തായാലും ഓൾ ദ ബെസ്റ്റ് ഫോർ ദാറ്റ്.
കമന്റ്സ് നമുക്ക് ചോദിക്കാം അല്ലേ? ഓക്കെ. അബൂട്ടി മാഷെ. ശ്യാം സാറേ, പെരുത്ത് മൊഞ്ചുണ്ടായിരുന്നു പാട്ടില്. താങ്ക് യു. അടിച്ചു പറിച്ച് പാടി, നന്നായിട്ട് പാടി. ആ ഖവാലി വരുന്ന സ്ഥലത്തെല്ലാം ഗംഭീരായിരുന്നു. 1977 14 രാവ് ഹംസക്കന്റെ ഭാര്യ വീട്ടിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗംഭീരായി. ബ്രഹ്മാനന്ദം, എൻ്റെ ഒരു സുഹൃത്തായൻ ബ്രഹ്മാനന്ദ മാഷ് നമ്മളെ വിട്ടുപോയി. എത്രയോ നല്ല പാട്ടുകളില്ലേ, മാനത്തെ കായൽ, നീലനിശീതിനി, ഇങ്ങനെ പല പാട്ടുകളും അദ്ദേഹത്തിന്റെ നല്ല പാട്ടുകളുണ്ട്. അപ്പൊ മോന് ഇതിലൊന്നും ഞാൻ എഴുതി വെച്ചിട്ടില്ല. വളരെ നന്നായി പാടി. ഒരിക്കൽ കൂടി പറയാം. താങ്ക് യു മാഷെ. ഫിറോസിക്ക. ശ്യാം നന്നായി പാടി, ഇഷ്ടപ്പെട്ടു എനിക്ക്. ഡീറ്റെയിലൊക്കെ മാഷ് പറഞ്ഞു. ട്യൂണ് അത് കേട്ടോടത്ത് പഴച്ചതാണോ എന്നറിയില്ല, ഒരു ചെറിയ സ്ഥലത്തൊരു വ്യത്യാസം, അതും കൂടി ശരിയാക്കി പഠിക്കണം. ഇത് വേദിയിലൊക്കെ പാടാം ശ്യാമിനെ. ഒരു ഖവാലിയാണ് ഇവരെ ഞാനൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യട്ടെ. കറക്റ്റ് അവർ ആ റെക്കോർഡ് കേട്ട പോലെ എനിക്ക് തോന്നുന്നത്. റെക്കോർഡ് കേട്ട പോലെ തോന്നി. ആ ഓർമ്മ എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഇതിന്റെ കാസറ്റ് ഇങ്ങനെ വീട്ടിൽ പ്ലേ ചെയ്തിരുന്ന സമയത്ത് ആ തണുത്ത കാറ്റേ എന്നൊരു സാധനമല്ലേ, വാ അത് കറക്റ്റ് അതുപോലെ പറഞ്ഞു. നല്ല കോമ്പിനേഷൻ ആയിരുന്നു നിങ്ങൾ ചേർന്ന് പാടിയത്. ബെസ്റ്റ് ഓഫ് ലക്ക്. നല്ല കമന്റ്സ് ആണ്. ഇനി അമ്പിളി ചേച്ചി. എല്ലാരും പറഞ്ഞു കേട്ട് നല്ല സന്തോഷവാനായിട്ട് നിൽക്കുകയാണ് ശ്യാം എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പ്രത്യേകം ഒന്നും പറയേണ്ട ആവശ്യമില്ല. നന്നായിട്ട് പാടി, അസലായിട്ട് പാടി. ബ്രഹ്മാനന്ദൻ ചേട്ടന്റെ പാട്ടാണ്. അദ്ദേഹം നമുക്ക് എപ്പോഴും ഓർമ്മിക്കാവുന്ന ഒരു സിംഗറാണ്. ഇന്ന് നമ്മൾ ഈ വേദിയിൽ അദ്ദേഹത്തെ സ്മരിക്കുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിനും എല്ലാം നന്മ നേരുന്നു. താങ്ക് യു അമ്പിളി ചേച്ചി. അടുത്ത കമന്റ് ചോദിക്കാം അല്ലേ? സ്പെഷ്യൽ ജൂറി അംഗം ഹംസക്ക. രാഘവ മാഷ്, ഭാസ്കര മാഷൊക്കെ മാപ്പിളപ്പാട്ടിന്റെ ഇശലുകളും മാപ്പിളപ്പാട്ടും സിനിമയിലും നാടകത്തിലും വളരെ ഒഴുക്ക് പോലെ കൊണ്ടുവന്നിട്ടുള്ള ആളുകളാണ്. ഈ പാട്ടിന്റെ ഒറിജിനൽ മാപ്പിളപ്പാട്ട് ഏതാണെന്നറിയോ? മണക്കും താമര പുതുമ പൂമുഖം കുലുങ്ങുന്ന ആനന്ദം കണ്ട് എന്റെ മനസ്സിൽ സഞ്ചാരം കൊണ്ട് മഹിമ ലക്ഷണം മികന്തേറും കണ്ണിൽ മയാല പൊന്മുഖം ചുണ്ട് ചെറി പവിഴം പോലഴകുണ്ട്. അതിൽ നിന്നാണ് ഈ വൃത്തം വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള വൃത്തം കണ്ടുപിടിച്ച് അത് ശ്രുതിയും താളമൊക്കെ കൊടുത്ത് സിനിമയിൽ ധാരാളം വന്നു. വളരെ സന്തോഷം. അതിനോട് ഒരു താതാത്മ്യം, മാപ്പിളപ്പാട്ടിന്റെ ഒരു ടച്ച് എന്താന്നുള്ളത് പഠിക്കണത് നല്ലതാ വെച്ചിട്ട് ഞാൻ പറഞ്ഞെന്ന. ശ്യാം നന്നായി പാടിയിട്ടുണ്ട്. താങ്ക് യു സർ. താങ്ക് യു ഹംസക്ക. നല്ല കമന്റ്സ് ആണ് അല്ലെ? സന്തോഷിക്കാനുള്ള വകയുണ്ടോ എന്നുള്ളത് മാർക്ക് കൂടി കേൾക്കുമ്പോൾ നമുക്കറിയാം. ഫിറോസിക്ക, എത്ര മാർക്കാണ് 30-ൽ ശ്യാമിന്റെ ഈ ഒരു പാട്ടിന് നൽകുന്നത്? 28. 30-ൽ 28 മാർക്ക്. നല്ല മാർക്കാണ് തുടക്കം കുറിച്ചിട്ടുള്ളത്. അമ്പിളി ചേച്ചി. സെയിം 28. വീണ്ടും 28 മാർക്ക് ലഭിച്ചിരിക്കുകയാണ്. അബൂട്ടി മാഷെ. 28. 30-ൽ 28 മാർക്ക്. 10-ൽ നമ്മുടെ സ്പെഷ്യൽ ജൂറി അംഗം ഹംസക്ക എത്ര മാർക്കാണ് ശ്യാമിന്റെ ഈ ഒരു പാട്ടിന് നൽകുന്നത്? ഞാൻ 9 മാർക്ക്. 9 മാർക്ക്. കൺഗ്രാറ്റുലേഷൻസ്. ഒരുപാട് സന്തോഷമായി കാണും. ഇനി ആ ഗ്രാൻഡ് ടോട്ടൽ കൂടി കേൾക്കുമ്പോൾ കുറച്ചുകൂടി സന്തോഷിക്കാം അല്ലെ? ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികളും കേൾക്കാൻ കൊതിച്ച ഇമ്പമാർന്ന ഗാനമാണ് ഇപ്പോ ഈ വേദിയിൽ ശ്യാം ആലപിച്ചത്. ഒരു വട്ടം കൂടി എന്ന റൗണ്ടിൽ നല്ലൊരു മികച്ച തുടക്കമെന്ന് പറയാം. 93 മാർക്കോടുകൂടി മുന്നേറുകയാണ് ശ്യാം. ഈ ഒരു പ്രതീക്ഷ ഞങ്ങൾക്ക് കൂടിക്കൊണ്ടുവരികയാണ്. അടുത്ത റൗണ്ടുകളിലും മികച്ച മാർക്കോടുകൂടി നിങ്ങൾ എല്ലാവരും കേൾക്കാൻ കൊതിക്കുന്ന പാട്ട് പാടാൻ സാധിക്കട്ടെ. എല്ലാ ആശംസകളും.